നമസ്കാരം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ഏറ്റവും നിർഭാഗ്യവാനായ താരമാണ് സഞ്ജു സാംസൺ എന്നാണ് അറിയപ്പെടുന്നത്. കേരള ക്രിക്കറ്റ് ടീം താരമായ സഞ്ജു IPL രാജസ്ഥാൻ റോയൽസിനായി കളിച്ചാണ് ഇന്ത്യൻ ടീമിലേക്ക് വളർന്നത്. നിലവിൽ IPL മികച്ച പ്രകടനങ്ങൾ നടത്തിയ ആരാധകരുടെ ഹീറോയാകാൻ സഞ്ജുവിന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ത്യൻ ടീമിൽ സഞ്ജുവിന് വേണ്ടത്ര അവസരമില്ല എന്നതാണ് മറ്റൊരു വസ്തുത. ഇത് നിരന്തരം ആരാധകർ വിമർശനമായി ഉയർത്തുന്ന കാര്യം കൂടിയാണ്. പ്രതിഭയുണ്ടായിട്ടും സഞ്ജുവിന് അതിനൊത്ത അവസരങ്ങൾ ലഭിക്കുന്നില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. പലപ്പോഴും സഞ്ജുവിനെ ടീമിലെടുക്കുമ്പോഴും കളിക്കാൻ അവസരം നൽകാതെ തഴയപ്പെടുന്നതും കാണാൻ സാധിക്കും. ഇത്തരത്തിൽ ടീമിലെടുത്തിട്ടും കളിക്കാൻ അവസരം ലഭിക്കാത്ത സാഹചര്യത്തെ എങ്ങനെയാണ് മറികടക്കുന്നതെന്ന് സഞ്ജു ഒരിക്കൽ തുറന്നു പറഞ്ഞിരുന്നു. ഇതെന്താണെന്ന് വിശദമായി നോക്കാം. കാർ എടുത്ത് യാത്ര പോയാണ് ഇത്തരം സമയത്തെ ബോറടി മാറ്റുന്നത് എന്നാണ് സഞ്ജു സാംസൺ ഒരിക്കൽ പറഞ്ഞത്. ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുമെങ്കിലും കളിക്കാൻ അവസരം ലഭിക്കാത്ത ചില സാഹചര്യങ്ങളുണ്ടാകും, പ്രത്യേകിച്ച് വിദേശ പര്യടനങ്ങൾക്കിടയിൽ. വിദേശ പര്യടനങ്ങളിൽ കൂടുതലും ഭാര്യയൊപ്പം കൂട്ടാറുണ്ട്. മത്സരത്തിനിറങ്ങാൻ അവസരം ലഭിക്കാതെ വരുമ്പോൾ അവിടെ കാറ് വാടകയ്ക്കെടുത്ത് കറങ്ങാൻ പോവുകയാണ് ചെയ്യുന്നത്. അവസരം ലഭിക്കാത്തതിൻ്റെ നിരാശ മറക്കാനും ഇത് സഹായിക്കും എന്നാണ് സഞ്ജു പറഞ്ഞത്. സഞ്ജുവിന് വിദേശ പര്യടനങ്ങളിൽ അവസരം ലഭിക്കുന്നത് വളരെ കുറവാണ്. ബംഗ്ലാദേശ്, അയർലാൻഡ് പോലുള്ള ചെറിയ ടീമുകൾക്കെതിരായ പര്യടനങ്ങളിൽ മാത്രമാണ് സഞ്ജുവിന് അവസരം ലഭിക്കുന്നത്. ഇവിടെ പര്യടനം നടത്തുമ്പോൾ അവിടുത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കാനും താരങ്ങൾ ശ്രമിക്കാറുണ്ട്. എന്നാൽ പരമ്പരകൾക്കിടയിൽ താരങ്ങൾ കറങ്ങാൻ പോകുന്നത് വളരെ കുറവാണ് എന്ന് വേണമെങ്കിൽ പറയാം. സമ്മർദ്ദമുള്ള സാഹചര്യങ്ങളിൽ ഇതിനെ മറികടക്കാനുള്ള സഞ്ജു സാംസന്റെ തന്ത്രം യാത്രകൾ പോവുകയെന്നതാണ്. സർഫിംഗ് ഉൾപ്പെടെ അത്യാവശ്യം സാഹസകരമായ കാര്യങ്ങൾ ചെയ്യാനാണ് തനിക്ക് താല്പര്യമെന്നും സഞ്ജു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത്തരത്തിൽ കറങ്ങാൻ പോയി നടപടി നേരിട്ടിട്ടുള്ള ഒരു താരം കൂടിയാണ് സഞ്ജു സാംസൺ. കേരള ക്രിക്കറ്റ് താരമായിരിക്കുമ്പോഴായിരുന്നു ഈ ഒരു സംഭവം. 2 ദിവസം ഇടവേള ലഭിച്ചപ്പോൾ ബംഗളൂരുവിൽ നിന്ന് സഞ്ജു കറങ്ങാൻ പോവുകയായിരുന്നു. ടീം മാനേജ്മെൻറ്റിനെ അറിയിക്കാതെയാണ് സഞ്ജു സുഹൃത്തുക്കളോടൊപ്പം കറങ്ങാൻ പോയത് എന്നാണ് അന്ന് വന്ന റിപ്പോർട്ട്. അനുവാദം വാങ്ങിയാണ് യാത്ര പോയതെന്നും സഞ്ജു പറഞ്ഞെങ്കിലും താരത്തിനെതിരെ നടപടി സ്വീകരിക്കുകയായിരുന്നു. എന്നാൽ IPLലും ഇന്ത്യൻ ടീമിലും സജീവമായതിന് ശേഷം സഞ്ജുവിൽ നിന്ന് ഇത്തരമൊരു അച്ചടക്കമില്ലാത്ത പെരുമാറ്റം ഉണ്ടായിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം. IPLൽ രാജസ്ഥാൻ റോയൽസിൻ്റെ നായകനെന്ന നിലയിൽ എല്ലാവർക്കും മാതൃകയാണ് സഞ്ജു. ഇന്ത്യൻ ടീമിലേക്ക് എപ്പോൾ മടങ്ങിയെത്തുമുള്ളൊരു ചോദ്യം ഇതിനോടകം തന്നെ സഞ്ജുവിൻ്റെ ആരാധകരും അതുപോലെ തന്നെ അടുത്തറിയുന്നവരെല്ലാം എല്ലാവരും തന്നെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. നിലവിൽ സഞ്ജു സാംസണ് ഇന്ത്യൻ ടീമിന് പുറത്താണ് സീറ്റ്. സമീപകാലത്തായി കളിക്കാൻ അവസരം ലഭിച്ചിരുന്നുവെങ്കിലും അത് അവസാന നിമിഷം തട്ടിമാറുകയായിരുന്നു. T20 ലോകകപ്പ് ടീമിലെ സ്ക്വാഡിലുണ്ടായിട്ടും അത് സന്നാഹ മത്സരത്തിൽ മാത്രം കളിക്കാനായിരുന്നു സഞ്ജുവിന് ഭാഗ്യം ലഭിച്ചത്. മെയിൻ കളികളിൽ ഒന്നും തന്നെ കളിക്കാനും പറ്റിയില്ല. അവസാന ശ്രീലങ്കൻ T20 പരമ്പരയിലും സഞ്ജു കളിച്ചിരുന്നു. എന്നാൽ 2 മത്സരത്തിലും ഡക്കായതോടെ താരം പിന്നെ തഴയപ്പെടുകയായിരുന്നു. ഇനിയൊരു തിരിച്ചുവരവ് സഞ്ജുവിനെ സംബന്ധിച്ച് വളരെ പ്രയാസകരമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ദുലീപ് ട്രോഫിക്കുള്ള ടീമിലും സഞ്ജുവിനെ പരിഗണിച്ചിട്ടുണ്ട്. ഇതിൽ കളിച്ച് ഫോം തെളിയിച്ചാൽ തിരിച്ചുവരവ് നടത്താൻ സഞ്ജുവിന് സാധിച്ചേക്കും. നിലവിലെ സാഹചര്യത്തിൽ ഈ സഞ്ജുവിന് ഇന്ത്യൻ ടീമിൽ ഇടം കണ്ടെത്തുക എന്നത് അല്പം പ്രയാസകരമായ കാര്യം തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു.